ഹായ് മക്കളെ, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഓർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ റിയാക്ഷൻസും കവർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് NCERT-ലുള്ള എല്ലാ റിയാക്ഷൻസും ഏകദേശം കവർ ചെയ്യുന്ന പോകുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യാൻ നോക്കാം. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല ആക്ച്വലി, പക്ഷേ ഒന്ന് ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, അതായത് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ മീത്തൈൻ ആണ്. അങ്ങോട്ട് കുറേ റിയാജന്റ് ആഡ് ചെയ്ത് എയും ബിയും സിയും ഡിയും ഇയും എഫും ജിയും എച്ചും കിട്ടി അവസാനം സെഡ് വരെ വന്നു. സെഡിലോട്ട് ഞാൻ സോഡിയം ആഡ് ചെയ്തപ്പോൾ A- കിട്ടി. A- CH3Cl ആഡ് ചെയ്തപ്പോൾ B- കിട്ടി. ഈ B- എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾ അത് സ്വന്തമായിട്ട് നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, ആൻസർ കണ്ടെത്തുക. അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ട് ഈ B- എന്താണെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. ഇതിന്റെ സൊല്യൂഷൻ ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുക, സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കുക. ഇനി ആ സൊല്യൂഷനിലോട്ട് കിടക്കാണ് കേട്ടോ. നോക്കിക്കോ. ഫസ്റ്റ് റിയാക്ഷൻ നമുക്കറിയാം, CH4 Br2 ലൈറ്റും അല്ലേ. റിയാക്ഷന്റെ പേരെന്താ? ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. എന്ത് റിയാക്ഷനാ? ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാ. H റാഡിക്കൽ പോയിട്ട് ബ്രോമിൻ റാഡിക്കൽ വരും. RX NaI ആഡ് ചെയ്യുന്ന റിയാക്ഷൻ ഇവിടെ എന്ത് റിയാക്ഷനാ മക്കളെ? ഇത് ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷനാ. Br പോയിട്ട് അയോഡിൻ വരും. CH3I KCN ആഡ് ചെയ്യുമ്പോൾ I- പോയിട്ട് CN- വരുന്ന റിയാക്ഷൻ എന്താ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാ. RCN ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ RCOH കിട്ടും, പഠിച്ചതാണ്. RCOH സോഡാലൈം ആഡ് ചെയ്യുമ്പം സോഡാലൈം ഡീകാർബോക്സിലേഷൻ പഠിച്ചല്ലേ. RCON RH ആയിട്ട് മാറും. CH3COH CH3CON ആയിട്ട് മാറിയിട്ട് CH4 ആയിട്ട് മാറും. അതായത് സോഡാലൈം ഡീകാർബോക്സിലേഷൻ. വീണ്ടും ഒരു മീത്തൈനും ലൈറ്റും ഹാലോജനെയും കണ്ടാൽ അത് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനാണ്. RX മഗ്നീഷ്യവും ഈതറിന്റെ പ്രസൻസിൽ ആഡ് ചെയ്താൽ ഗ്രിഗിനാർഡ് റിയേജന്റ് പ്രിപ്പറേഷൻ അല്ലേ. CH3I Mg ഈതറും RX മഗ്നീഷ്യം ആഡ് ചെയ്താൽ RMgX കിട്ടും. ഇപ്പൊ CH3I മഗ്നീഷ്യം ആഡ് ചെയ്താൽ CH3MgI കിട്ടും. നിങ്ങൾക്കറിയാം, ഫോർമാൽഡിഹൈഡിലോട്ട് ഗ്രിഗിനാർഡ് റിയേജന്റ് ആഡ് ചെയ്താൽ ഒരു പ്രൈമറി ആൽക്കോൾ കിട്ടുന്ന പഠിച്ചതല്ലേ. ഇത് ഈ റിയാക്ഷന്റെ പേരെന്താ? ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനാ. C ഡബിൾ ബോണ്ട് ഓക്സിജന്റെ അടുത്തോട്ട് പൊട്ടും, Cക്ക് പ്ലസ് കിട്ടും. C+ലോട്ട് R- വന്ന് അറ്റാച്ച് ചെയ്യും. O- MgXുമായിട്ട് ബോണ്ട് ഉണ്ടാക്കും. അവസാനം OMgXലുള്ള MgX+നെ H+ റീപ്ലേസ് ചെയ്തിട്ട് പ്രൈമറി ആൽക്കോൾ കിട്ടും. പഠിച്ചതാ. ഈ റിയാക്ഷന്റെ പേര് പറയാൻ പറ്റുമോ? ലൂക്കാസ് ടെസ്റ്റ് അല്ലേ. OH- പോയിട്ട് Cl- വരുന്ന റിയാക്ഷൻ അല്ലേ. അടുത്ത ആൽക്കോളിക് ആഡ് ചെയ്യുമ്പോൾ ഡീഹൈഡ്രോ ഹാലോജനേഷൻ എലിമിനേഷൻ റിയാക്ഷൻ അല്ലേ. ആൽഫയിൽ Cl പോയി ബീറ്റന്ന് H പോയി ഡബിൾ ബോണ്ട് കൊടുത്തു. ഈ റിയാക്ഷന്റെ പേരെന്താ? ഈ റിയാക്ഷന്റെ പേരെന്താ? ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ അല്ലേ. അവിടെ കിട്ടുന്ന ഇന്റർമീഡിയറ്റ് ഏതാ? സൈക്ലോ ഹാലോണിയം അയോൺ ഇന്റർമീഡിയറ്റ് അല്ലേ. പഠിച്ചതാണ്. സൈക്ലോ ഹാലോണിയം അയോൺ ഇന്റർമീഡിയറ്റ് ആണ്, പഠിച്ചതാണ്. ഓക്കെ, ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് ആവാ, ഒരു ബ്രോമിൻ വരും. അൺസാച്ചുറേഷൻ ടെസ്റ്റ് ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത് ഇങ്ങോട്ട് ഇങ്ങനെ വിസിനൽ ഡൈബ്രോമൈഡിലോട്ട് 2 പ്രാവശ്യം എലിമിനേഷൻ നടത്തുമ്പോൾ ഒന്ന് ആൽക്കോളിക് ആഡ് ചെയ്തപ്പം ഒരു എലിമിനേഷൻ നടക്കും. Br പോയി H പോയി ഡബിൾ ബോണ്ട് കൊടുക്കുക. വീണ്ടും NaNH2 ആഡ് ചെയ്യുമ്പോൾ വീണ്ടും Br പോയി H പോയി ഒരു ബോണ്ടും കൂടി കൊടുക്കുക. ട്രിപ്പിൾ ബോണ്ട് കിട്ടുന്ന റിയാക്ഷൻ പഠിച്ചതല്ലേ ആണ്. ആൽക്കൈൻസിലോട്ട് ഡൈല്യൂട്ട് H2SO4 ഇൻ HgSO4 പ്രസൻസിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ അത് ഇലക്ട്രോഫിലിക് അഡീഷൻ ആണ്. ഹൈഡ്രേഷൻ ഓഫ് വാട്ടർ പഠിക്കാൻ പറഞ്ഞേ. അപ്പൊ ഇയാളിലോട്ട് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് കിട്ടും. ഇയാൾക്ക് എന്ത് നടക്കും? ടോട്ടോമറൈസേഷൻ നടക്കും. ഡബിൾ ബോണ്ടും OH ഈനും മോളും ഇനോൾ എന്തായിട്ട് മാറും? ടോട്ടോമറൈസേഷൻ നടന്നിട്ട് എനിക്ക് ആര് കിട്ടും? ഈ ഒരു കോമ്പൗണ്ട് കിട്ടും. ഇങ്ങോട്ട് വീണ്ടും ഞാൻ ഗ്രിഗ്നാർഡ് റിയാജന്റ് ആഡ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ആൽഡിഹൈഡിലോട്ട് ഗ്രിഗ്നാർഡ് റിയാജന്റ് ആഡ് ചെയ്യുമ്പോൾ C ഡബിൾ ബോണ്ട് ഓക്സിജനിലോട്ട് പൊട്ടും, C+ കിട്ടും. C+ലോട്ട് R- വരും. O- MgXുമായിട്ട് ബോണ്ട് ഉണ്ടാക്കും. അവസാനം OMgXലുള്ള MgX+നെ H+ റീപ്ലേസ് ചെയ്യും. ഒരു സെക്കൻഡറി ആൽക്കോൾ കിട്ടും. നിങ്ങൾക്കറിയാം, SOCl ഡാർസൻസ് പ്രോസസ്സിലെ OH- പോയിട്ട് ആര് വരും? Cl- വരും. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് നിങ്ങൾക്കറിയാം, RX ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആഡ് ചെയ്താൽ RXലുള്ള X- പോവും. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിൽ ആരുണ്ട്? H- ഉണ്ട്. X- മാറ്റിയിട്ട് Cl- മാറ്റിയിട്ട് H- വരും. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ പഠിച്ചതാ. ഇത് നിങ്ങൾക്കറിയാം, സൈഡ് ചെയിൻ ഓക്സിഡേഷൻ ആ. ബെൻസീൻ റിങ്ങിന്റെ കൂടെ തൊട്ടടുത്തുള്ള കാർബണിന്റെ അടുത്ത് ഒരു H ഉണ്ടെങ്കിൽ പിന്നെ അവിടെ എത്ര കാർബൺ ഉണ്ടായിക്കോട്ടെ അയാൾ അവസാനം എന്തായിട്ടാ മാറുക? ബെൻസോയിക് ആസിഡ് ആയിട്ട് മാറാന്ന് പഠിച്ചിട്ടുണ്ട്. അടുത്ത വീണ്ടും സോഡാലൈം ഡീകാർബോക്സിലേഷൻ RCOH RH ആയിട്ട് മാറും. അതായത് ഇവിടെ ബെൻസീൻ കിട്ടും. ഇയാൾ മാറ്റിയിട്ട് ഒരു H ഇട്ട് കൊടുത്താൽ മതി, ബെൻസീൻ കിട്ടും. ഈ റിയാക്ഷൻ എന്താ? ബെൻസീന്റെ അടുത്തോട്ട് Cl2 Cl3 ആയിട്ട് ചെയ്യുന്ന റിയാക്ഷൻ എന്താ? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെ. ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയാം എന്താ? ഹാലോജനേഷനാ, ക്ലോറിനേഷനാ.
AlCl3Cl2ലുള്ള Cl- എടുത്തുകൊണ്ടാവും Cl+ ആവും. ആ Cl+ H+നെ റീപ്ലേസ് ചെയ്തിട്ട് Cl+ വരും. ഇത് നിങ്ങൾക്ക് അറിയാം ഡൗസ് പ്രോസസ്സാ. Cl- പോയിട്ട് OH- വരും, ഡൗസ് പ്രോസസ്സാ. ഇതെന്താ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫിനോള. കോൺസെൻട്രേറ്റ് ആണെങ്കിൽ പിക്രിക് ആസിഡാണ് കിട്ടുക. ഡൈലൂട്ട് HNO3 ആണെങ്കിൽ ഓർത്തോ നൈട്രോഫിനോളും കിട്ടും, പാരാ നൈട്രോഫിനോളും കിട്ടും. ഈ കേസിൽ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കാരണം ഓർത്തോ നൈട്രോഫിനോള മേജർ എന്ന് പഠിച്ചിട്ടുണ്ടാവും. അങ്ങോട്ട് സിങ്കിനെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഫിനോളിന്റെ അടുത്തോട് സിങ്കിനെ ആഡ് ചെയ്താൽ ഫിനോളിന്റെ ഇതിനെ മാറ്റിയിട്ട് ബെൻസീനാക്കി മാറ്റുന്ന പഠിച്ചതാ. അപ്പൊ ഇയാൾ പോയാൽ പിന്നെ ബാക്കി ആരാ ഉള്ളത്? നൈട്രോ ബെൻസീന. NO2 അമീൻസ് എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. RNO2നെ റിഡക്ഷൻ നടത്താൻ ഉപയോഗിക്കുന്ന റെഡ്യൂസിംഗ് ഏജന്റ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. RNO2നെ RNH2 ആക്കും. അതായത് ഇവിടുത്തെ NO2നെ പിടിച്ചിട്ട് എന്താക്കി മാറ്റും? NH2 ആക്കി മാറ്റും. ഇത് റിയാക്ഷൻ നിങ്ങൾക്ക് അറിയാം, എന്ത് ഡയാസോട്ടൈസേഷൻ ആണ്. ഡയാസോട്ടൈസേഷൻ എന്നാൽ ബെൻസീൻ ഡൈഅസോണിയം സാൾട്ട് കിട്ടും. ബെൻസീൻ ഡൈഅസോണിയം സാൾട്ടിലോട്ട് വാട്ടർ ആഡ് ചെയ്ത് നിങ്ങൾക്ക് അറിയാം ഫിനോൾ കിട്ടും. ഫിനോളിന്റെ അടുത്തോട്ട് NOH ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം അവിടുത്തെ H+ പോയിട്ട് ആര് വരും? Na+ വരും. സോഡിയം ഫിനോക്സൈഡ് അയോൺ കിട്ടും. സോഡിയം ഫിനോക്സൈഡിലോട്ട് RX ആഡ് ചെയ്താൽ പഠിച്ചതല്ലേ, ആൽക്കോക്സൈഡും RXും റിയാക്ട് ചെയ്താൽ വില്യംസൺ സിന്തസിസാ. അതായത് ഇവിടുത്തെ NAയും Cl പോയിട്ട് OCH3 വരും. വില്യംസൺ സിന്തസിസ് വഴി ആനിസോൾ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ആനിസോൾ തന്നെ ആണോ? ആണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എന്തിനാ എടുത്തെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് റിവിഷൻ ചെയ്യുക. ഏകദേശം ഒരു റിയാക്ഷൻസ് എല്ലാം റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ലപോലെ പഠിക്കാം. പിന്നെ വേറൊരു ടോപ്പിക്കുമായിട്ട് വേറെ സെക്ഷനിൽ കാണാം. ബൈ ബൈ.